ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനീനെയും അനാമികനെയുമാണ്. അങ്ങനെ അനി പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഈ വിവാഹത്തിനോട് കുറച്ച് എതിർപ്പുണ്ട്, അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് കുറച്ച് നാൾ പ്രേമിച്ചൊക്കെ നടന്നിട്ട് വിവാഹം കഴിച്ചാൽ പോരെ എന്ന് അനി ഇങ്ങനെ പറഞ്ഞു. അനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അനാമിക പറഞ്ഞു, താൻ എന്താടോ ഈ പറയുന്നത്? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ വിവാഹത്തിന്. ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ് അനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതുമൊക്കെ. നമുക്ക് ഇനിയും ആയിക്കൂടെ പ്രേമിക്കലൊക്കെ? വിവാഹം കഴിഞ്ഞ് പ്രേമിക്കുന്നവർ എത്ര പേരുണ്ട്? അതുപോലെ നമുക്ക് പ്രേമിച്ചാൽ പോരെ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. എനിക്കൊരിക്കലും അനീനെ വിട്ട് മാറി നിൽക്കാനോ ഇനിയിപ്പോൾ ഇത് നീട്ടിക്കൊണ്ട് പോകാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അനിക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇതിവിടം കൊണ്ട് നമുക്ക് നിർത്താം. പക്ഷേ അനി എന്നോട് തുറന്നു പറയണം, കാരണം സഹിതം എന്താണ് എന്ന് എന്നോട് തുറന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമുക്ക് ഈ ഒരു വിവാഹം വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അനി ഡയറക്റ്റായിട്ട് ചെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ അനാമികയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല. അനാമിക അത് ചിലപ്പോൾ അത് വലിയ പ്രശ്നത്തിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. മുത്തശ്ശൻ്റെ ആ ഒരു സന്തോഷം കാണാനാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഒരിക്കലും പറയുന്നില്ല. ആ ഒരു സംഭാഷണം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ അനി തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അനി തിരിച്ചു വന്ന് നേരെ നമ്മുടെ നയനയെ കാണുന്നു. അങ്ങനെ നയനയെ കണ്ടിട്ട് നയനയോട് പറയുകയാണ്, ഏടത്തി എങ്ങനെയെങ്കിലും ഏടത്തി ഇവിടെ എല്ലാവരോടും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്ക് ഏടത്തി, എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. എനിക്ക് പറ്റില്ല എനിക്കിപ്പം വിവാഹം കഴിക്കാൻ. എല്ലാവരും എൻ്റെ ആ ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് ഇപ്പം വിവാഹം നടത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പം, എന്താ മോനെ ഞാൻ നിന്നോട് പറയുക, എനിക്കിവിടെ എന്ത് അധികാരമാണ്, എന്ത് അവകാശമുള്ളത്? ഞാൻ ആരോടാണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞ ഇവിടെ ആരാണ് കേൾക്കുന്നത്? ഇവിടെ ലാസ്റ്റത്തെ തീരുമാനം എന്നത് ആദർശേട്ടൻ്റെയാണ്. ആദർശേട്ടനോട് മോനൊന്ന് പോയി സംസാരിച്ച് നോക്ക്. ആദർശേട്ടനോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം ശരിയാകുമായിരിക്കാം എന്ന് പറയുമ്പം, ആദർശേട്ടനോട് ഞാൻ സംസാരിച്ചു, പക്ഷേ ആദർശേട്ടൻ അമ്പിലും വില്ലിലും അടുക്കില്ല. ആദർശേട്ടൻ പറയുന്നത് ഈ വിവാഹം നടത്തണമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നയനേടത്തിയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും. അല്ല, നിനക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം തന്നെയാണ്, ജീവൻ്റെ ജീവനാ. പക്ഷെ ഞാനിതുവരെ അവളോട് പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല. എന്നോടും ഇഷ്ടം തന്നെയാണ്. അവൾ ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ അവളുടെ പൊതുവെ ഉള്ള സ്വഭാവ രീതിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര വിഷമം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോയി കേട്ടോ. അനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ നയന നേരെ ആദർശിൻ്റെ മുന്നിൽ ചെന്ന് ഈ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണ്ട, ഈ കല്യാണം വേണ്ടെന്ന് വെക്കാമെന്ന് പറയുമ്പോൾ നിർത്തിക്കോണം നിൻ്റെ അധിക പ്രസംഗം. അല്ല, ഒരു നല്ല പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് നിനക്ക് പിടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം, എനിക്കറിയായിരുന്നു ഇതൊക്കെ ആദർശേട്ടൻ പറയുമെന്ന്. പക്ഷേ ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടുമല്ല, അനിയുടെ മനസ്സറിയണ്ടേ, അവനും ആ പെണ്ണും അല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം നടത്തുന്നതിൽ എനിക്ക് എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് തന്നെ ഈ വീട്ടിൽ കയറി വരുന്നതാണ് നല്ലത്. എങ്കിലേ അവൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഓഹോ, അപ്പം നിനക്ക് സമാധാനം ഇല്ലെന്നാണോ നീ പറയുന്നത്? എടി, നിൻ്റെ സമാധാനം നീ ആയിട്ട് തന്നെയല്ലേ കളയുന്നത്? അർഹതയില്ലാത്തടത്തേക്ക് കയറി വന്നു, അവിടെ വന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, നമുക്ക് ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ, എനിക്ക് അതിനോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമില്ല. ലാസ്റ്റ് അത് നമ്മൾ വഴക്കിൽ എത്തിപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. നയനെ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. റൂമിനകത്തിരുന്ന് അനിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് സ്വയമേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക, ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത്, ഒരിക്കലും ഒരാളും എൻ്റെ മനസ്സിൽ കയറി പറ്റിയിരുന്നില്ല, പക്ഷേ അനി എൻ്റെ മനസ്സിൽ കയറി പറ്റി, അതൊരിക്കലും നടക്കാത്ത വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എന്താ ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭയങ്കരമായിട്ടും കരയുകയാണ്. അനിയുടെ ഫോട്ടോയുടെ പുറകിൽ ഐ ലവ് യു എഴുതി വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഫോട്ടോയുടെ പുറകിൽ ഐ ലവ് യു എഴുതാൻ പറ്റി, പക്ഷേ എനിക്ക് അനിയുടെ മുമ്പിൽ ഐ ലവ് യു പറയാൻ പറ്റിയില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് പറയണമായിരുന്നോ? ഏതും ഒരു മനുഷ്യനോട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്തൊരു വേദനയായിട്ട് മാറുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈശ്വരന്മാരെ. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ കനകദുർഗ വന്നിട്ട്, എന്ത് പറ്റി മോളെ നിനക്ക്, നീ എന്താ ഭക്ഷണം പോലും കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ, ഞാൻ എന്തിനാ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? ഞാൻ നേരത്തെ ഒത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്, നേരത്തെ എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നല്ലോ, ഇപ്പം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം, അല്ല, നീ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വഴക്കെങ്കിലും ഉണ്ടാക്കാൻ പോയി നിൻ്റെ മേലനങ്ങുമായിരുന്നല്ലോ, എന്താ നന്ദൂട്ടാ നിനക്ക് പറ്റിയത്? നിനക്ക് ആകെപ്പാടെ നീ അങ്ങോട്ട് വല്ലാണ്ടിരിക്കുകയാണല്ലോ. പിന്നെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്.
നിൻ്റെ ചേച്ചിമാരെ പോലെ ആകരുത് നീ. നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്നാണ് ഈ അമ്മയും അച്ഛനൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം നിന്നെ വിവാഹം കഴിക്കുന്നത് ആരാണെങ്കിലും അവർ നിന്നെ പൊന്നു പോലെ നോക്കണം. അതുമല്ല, നമ്മളെക്കാളും ഉയർന്നതും താഴ്ന്നതുമാകണ്ട, നമുക്കൊപ്പം നിൽക്കുന്നവർ മതി. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി വരാനും മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാനും ഉള്ള അനുവാദം തരുന്ന ഒരു നല്ല മനുഷ്യനെ വേണം മോൾ വിവാഹം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ആണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നന്ദു പറഞ്ഞു, ഞാൻ ടൗൺ വരെ ഒന്ന് പോകട്ടെ എന്ന് പറഞ്ഞപ്പം, മോൾ ടൗണിൽ പോക്കോ, ഏതായാലും മോൾ ഇവിടെ ഇരുന്ന് മോളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട, മോൾ ടൗണിൽ പോകുന്നത് തന്നെ നല്ലത്. മോൾ ടൗണിൽ പോകാൻ ഞാൻ നേരത്തെ അനുവദിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം മോളുടെ ഈ ഒരു സാഹചര്യത്തിൽ മോൾ ടൗണിൽ പൊക്കോ, കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ മനസ്സിലെ വിഷമമൊക്കെ അങ്ങ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദൂട്ടൻ അങ്ങ് പോയി. നന്ദൂട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അതായത് അവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ നൂർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. ഐ ലവ് യു എന്ന് അതിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഇവക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ഓർത്തതുപോലെ തന്നെ ആരോടോ പ്രേമമുണ്ട് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ തിരിച്ചു മറിച്ചിങ്ങ് എടുത്തപ്പോഴത്തേക്കുമാണ് കനകദുർഗയുടെ കണ്ണ് തള്ളിപ്പോയത്. വേറെ ഒന്നുമല്ല, എന്താ ഇവളീ കാണിക്കുന്നത്? ഞാൻ എൻ്റെ ഈശ്വര, ഞാൻ ഇനി എന്താ ചെയ്യുക? ഇത് വല്ലാത്തൊരു പുലിവാലായി പോയല്ലോ. ഇതിപ്പം ഇവളുടെ ചേച്ചിമാരുടെ അവസ്ഥ ഇവർക്ക് അറിയാം. പിന്നെ എന്തിനാ നന്ദൂട്ടൻ ഇങ്ങനെ തുടങ്ങുന്നത്? അല്ലെങ്കിലും എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരുമിച്ചുള്ള നടത്തവും പോക്കും വരവൊക്കെ കണ്ടപ്പോഴേക്കും നന്ദുമോളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം കണ്ടെത്തിയേ തീരൂ എന്നും പറഞ്ഞുകൊണ്ടാണ് കനകദുർഗ ഇരിക്കുന്നത്. കനകദുർഗ വല്ലാണ്ടങ്ങ് ഷോക്കിടായിപ്പോയി. ഇതേ സമയം നമ്മുടെ ജലജയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ മുദ്ര പേപ്പറിൽ എഴുതി വെച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി തപ്പാൻ പോവുകയാണ്. അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നോക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് വേലക്കാരി വെളിയിലിരിക്കുന്ന വലിയൊരു, അതായത് ഈ ഒരു മുനിസിപ്പാലിറ്റിക്കാരൊക്കെ വരുന്ന പിറക്കാൻ വരുന്ന ആ വലിയൊരു ഡപ്പയിൽ കൊണ്ടിടുകയാണ്. ആ ഒരു ഡപ്പയിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജ എങ്കിലും സാരമില്ല, കുപ്പ പിറക്കാനാണെങ്കിലും കുഴപ്പമില്ല, അതിൽ എന്താ എഴുതിയെന്നറിയാലോ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് അവിടെ കുപ്പ പിറക്കാൻ തുടങ്ങുമ്പോഴേക്കും വേറൊരാൾ അവിടെ ഉണ്ട്. അപ്പോൾ വേറൊരാൾ ഇങ്ങനെ കുപ്പ പിറക്കുന്ന ഒരാൾ, ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ ജലജ കുപ്പ പിറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ സ്ത്രീ പറ്റിയത്? നിങ്ങൾ ഇത്രയ്ക്ക് വലിയ സാരിയും നല്ല സാരിയൊക്കെ ഉടുത്ത് നിങ്ങൾ ഇത്ര ആഭരണമൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ കുപ്പവർക്ക് ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, താൻ ആരോടാണ് സംസാരിക്കുന്നത് എനിക്കറിയാമോ? ഞാൻ അനന്തപുരിയിലെ മകളാ, എന്നോടാണോ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ കുപ്പ പിറക്കാൻ വന്നതൊന്നുമല്ല. എൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയി. എന്ത് മെൻസാണ് നഷ്ടപ്പെട്ടു പോയത്? ഇതിനോടൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഒന്ന് മാറി നിൽക്കേ, ഞാനിത് നോക്കിയിട്ട് അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. ഏതായാലും അയാൾ പറഞ്ഞു, ഏതായാലും ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് നാളെ മുതൽ ഈ പരിപാടിക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ ജലജ അതിൽ നിന്ന് തപ്പിപ്പിറക്കിയ സംഭവങ്ങളൊക്കെ വലിച്ചു വാരിയെടുത്തു. ഒരു വിധത്തിലെടുത്ത് അതൊക്കെ കൂട്ടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പതുക്കെ സാരിയുടെ മറവിൽ പിടിച്ചത് കൊണ്ടിരുന്നത് അബി കണ്ടു. അബി മനസ്സിൽ വിചാരിച്ചു, ഇതെന്താ ഈ അമ്മ ഈ കാണിക്കുന്നത്? എന്താ ഈ അമ്മ ഈ തപ്പി തടഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്? എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അബി ജലജയുടെ പുറകെ പോയിട്ട് എന്ത് പറ്റിയമ്മേ, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാനേ ഇവിടുത്തെ എഗ്രിമെൻറ്റിൽ എന്താ എഴുതിയെന്നറിയാൻ വേണ്ടി പോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ലായിരുന്നോ? നീ ആ ചീഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയി കൈയിട്ട് എടുത്തുകൊണ്ട് വരും. എടാ, നിനക്ക് മണ്ടത്തരം ചെയ്യാനല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നത്. ഏതായാലും ഒന്ന് ഒട്ടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം കൂട്ടിയൊക്കെ ഒട്ടിച്ചിട്ട് അത് വായിച്ച് നോക്കിയപ്പോഴാണ് കണ്ണ് തള്ളിയത് വീണ്ടും ജലജയുടെ. വേറെ ഒന്നുമല്ല അതിൽ എഴുതിയിരിക്കുന്നത്, കൂട്ടുകുടുംബമായിട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും സമാസമവും, കൂട്ടുകുടുംബമല്ലാതെ നിങ്ങൾ എന്ന് മാറിയൊക്കെ താമസിക്കാൻ തീരുമാനിക്കുന്നോ അന്ന് ഈ വസ്തുക്കൾ വീതം വെക്കേണ്ടവർ നയനിയും ആദർശവും ദേവയാനിയും ജയനുമാണ്. അവർക്കിഷ്ടം, അതായത് അവരുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ വേണം അവർ വീതം വയ്ക്കാൻ. അതിനെല്ലാവരും സമ്മതിച്ചോണം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ ജലജയാണെങ്കിലും അല്ലെങ്കിലും എന്തോ അവസാനിക്കുന്നത് നയനയുടെ പേരില. അവക്കും കൂടി ഇതിൽ പങ്കുണ്ടല്ലോ, നിനക്കൊരു കെട്ടികളുണ്ടല്ലോ, അവൾക്ക് എന്ത് കഴിവിരുന്നിട്ടാടാ? അവൾക്കാണെങ്കിൽ കുറേ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയും, അല്ലെങ്കിൽ അവളുടെ പേരും കൂടി ഇതിൽ വന്നേനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? എന്നെ കുറ്റപ്പെടുത്തിയിട്ട് അവളെ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നുണ്ടല്ലോ
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ ഒഴിവാക്കൽ നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് എനിക്കിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അന്ന് നീ നിൻ്റെ ചേട്ടനെ മത്സരിച്ച് നവ്യനെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് എന്തായി? എന്നിട്ട് ലാസ്റ്റ് ഇപ്പം അനുഭവിച്ചോ മോൻ? ഈ ജീവിതകാലം മുഴുവനും അവളെ കൊണ്ട് അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവുകയാണ്. അഭി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വിശേഷത്തിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.